ഹലോ ഹലോ സർ, ചാനൽ നിന്നാണ്. കോള് കണക്ട് ചെയ്തോട്ടെ? കണക്ട് ചെയ്തോളൂ. ഇത് ലൈവ് അല്ലേ? സർ, ഇത് റെക്കോർഡഡ് ലൈവ് ആണ്. ഞാൻ കണക്ട് ചെയ്യുവാണേ. ഓക്കെ. ശ്രീമതി സിത്താര സൈമൺ നടത്തിയ പരാമർശത്തിനെതിരെയാണ് മേയർ സംസ്ഥാനത്താകമാനമുള്ള സ്ത്രീകളെ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ യുവ നേതൃനിരയിലുള്ള ആദർശ ശ്രീവരാഹം ചേരുകയാണ്. ആദർശ്, കേൾക്കാമെങ്കിൽ? കേൾക്കാം ആനന്ദാസ്. നോക്കൂ, സിത്താര സൈമൺ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഒരു യുവതിയാണ്. അവർ പറയുന്ന ഒരു കാര്യം, മേയറുടെ ഓഫീസ് കുത്തഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായി മേയർ പറയുന്നത് കുത്തഴിഞ്ഞു കിടക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന് നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അയാൾ നടത്തുന്ന പരാമർശം അത് സംസ്ഥാനത്താകമാനമുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പരാമർശമായി മാത്രമേ ഇപ്പോൾ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. എന്താണ്, മേയറിന് രാജിവെക്കേണ്ടി വരുമോ? അതുമല്ലെങ്കിൽ മേയറിന് മാപ്പ് പറയേണ്ടി വരുമോ? എന്തായിരിക്കും നിങ്ങളുടെ ഒരു സമരരീതി? എങ്ങനെയായിരിക്കും? ശ്രീദാസ്, ആക്ച്വലി ഞാൻ വുമൺ ഈസ് നോട്ട് എ കമ്മോഡിറ്റി, അതായത് സ്ത്രീ വിൽപ്പന ചരക്കല്ല എന്ന വിഷയത്തിൽ ഡൽഹിയിലേക്ക് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ കിട്ടില്ലായിരുന്നു. ഡൽഹിയിൽ ഞാൻ നാളെ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം ഇവിടെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് കുത്തഴിഞ്ഞ മേയറുടെ ഓഫീസിലെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിയതിനാണ് സിത്താരയെ ഇത്രയും മോശമായി ചിത്രീകരിച്ചത്. ഒരു സ്ത്രീയോട് എത്ര നീചമായാണ് അദ്ദേഹം പെരുമാറിയത് നോക്കൂ. ഇത് തികച്ചും സ്ത്രീ വിരുദ്ധത തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായി കാണുന്ന മേയറുടെ ദൃഷ്ടി പതിഞ്ഞാൽ തന്നെ ബലാത്സംഗത്തിന് തുല്യമായിട്ടാണ് നാം കാണേണ്ടത്. അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ മേയർ സ്വയമേ രാജിവെച്ച് ഒഴിയണമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതെ, കാര്യങ്ങൾ വ്യക്തമാണ്. ആദർശ സൂചിപ്പിച്ചതുപോലെ മേയർ സ്ഥാനം രാജിവെക്കേണ്ടി വരും. നന്ദി ആദർശ് ശ്രീവരാഹം. താങ്ക് യു. ഹലോ സാർ, കേൽസോൺ BT 1285 ഓഡി കാർ എയർപോർട്ടിലേക്ക് തിരിഞ്ഞു സാർ. ഓടി റെഡ് കളർ അല്ലേ? അതെ സാർ, റെഡ് കളർ ഓഡി കാർ. ആ ശരി. അതെ, വണ്ടി എയർപോർട്ടിലേക്ക് തിരിഞ്ഞു. ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. ഞാനിപ്പോൾ കമ്മീഷണറുടെ ഓഫീസിലൊരു മീറ്റിങ്ങിന് കയറി. യെസ്, വണ്ടി എയർപോർട്ടിലേക്ക് തിരിഞ്ഞു. ജെയിംസ് ബോണ്ട് പേരൊക്കെ കൊള്ളാം. ഒരു ഇന്റലിജൻസ് ഓഫീസർക്ക് പറ്റിയ പേര്. അതെ സർ. ഇന്നലെ 60 കിലോ കഞ്ചാവാണ് സിറ്റിയിൽ നമ്മുടെ മൂക്കിന് താഴ്ന്ന എക്സൈസുകാർ പിടിച്ചോണ്ട് പോയത്. ഈ ഇൻസിഡന്റ് പോലീസിനുണ്ടാക്കിയ ഡാമേജ് എത്രയാണെന്ന് തനിക്കറിയാമോ? ഞാൻ വന്നിട്ട് 4 മാസമായി. ഒരു വൈറ്റൽ ഇൻഫോർമേഷൻ താൻ ഏതെങ്കിലും കേസിൽ തന്നിട്ടുണ്ടോ? പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് സാർ. AC റൂമിൽ നിന്ന് കുളിർന്ന് കഴിയുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. റിസൾട്ട് ഉണ്ടാകും. പൂച്ചട്ടി കൊണ്ടുപോയെങ്കിലും പിടിക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോഴോർത്ത് അന്ന് മിസ്സായ ജിമ്മിയുടെ കാര്യം എന്തായി? അല്ല, ഞാൻ അന്വേഷിക്കാം സാർ. നാണം ഉണ്ടോടൂ. കാണാതായ ഒരു പട്ടിയെ പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ സിറ്റിയിൽ പലതരം ആൾമാറാട്ടങ്ങളും ക്രൈമും നടക്കുന്നുണ്ട്. കണ്ടുപിടിക്കണം. പിടിക്കും സാർ. Internet magic.
എടോ ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ബൈ. കമ്പ്യൂട്ടറിൽ കണ്ടു സംഗീതം കമ്പ്യൂട്ടറിൽ Where there is no truth, there is no knowledge. The only source of truth is time. Nothing but truth will give you peace and happiness. Three things cannot be hidden: the sun, the moon, and the truth. ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിക്കല്ലോ, നേരെ ഇങ്ങ് പോന്നോളാം. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞാ പിന്നെ നിന്റെ പ്രസവം കഴിയണ ഫ്രീ ആണ് തന്നെ. കൊച്ചെന്തെങ്കിലും പറയണ്ട? കൊച്ചിന്റെ അമ്മക്കൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. അയ്യടാ. പിള്ളേരെന്താ നീ പറയണത്? അവർക്കിതൊക്കെ അറിയാം. എങ്ങനെ അറിയാം? സ്കൂളിൽ ഇപ്പൊ ഒരു പ്രത്യേക പാഠമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നാ പിള്ളേരുടെ അമ്മ പറഞ്ഞ. സ്കൂളിലാ ആ ഇതൊക്കെ പഠിപ്പിക്കൂ? ആന്ന് അല്ലേ മക്കളെ? അതെ അങ്കിളെ. When XY chromosomes mate, it is a male. And when XX chromosome mate, it is a female. യാ കറക്റ്റ്. വാടി നമുക്ക് പോവാം. എന്ന് വെച്ചാ എന്താ സംഭവം? ആദ്യം എനിക്കും മനസ്സിലായില്ലായിരുന്നു. പിള്ളേര് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. കുട്ടികളുണ്ടാവണ കാര്യം പറയണേ. ശരിക്കും ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നല്ല ചിന്തയോടെ ഇറങ്ങാൻ നോക്ക്. മേയറുടെ ദൃഷ്ടി പതിഞ്ഞാൽ തന്നെ ബലാത്സംഗത്തിന് തുല്യമായിട്ടാണ് നാം കാണേണ്ടത്. അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ മേയർ സ്വയമേ രാജിവെച്ച് ഒഴിയണമെന്നാണ് ഇക്കാര്യത്തിൽ. കണ്ണൂട്ടാ. അതെ, വേഗം വരാൻ നോക്കണേ. കൊക്കുടു നിനക്കെന്നെ പിടിച്ചില്ല? അത് നിങ്ങൾ ഈ പന്ന പേരിട്ടത് ഇഷ്ടപ്പെടാൻ ചീത്ത വിളിച്ചായിരിക്കും. ജോളി ചേച്ചി, ജോസഫ് എന്നോട് വീട് തന്നെയാണ്. ജോസഫേട്ടാ, ഞാൻ കുളിച്ചിട്ട് വരാം. ബാക്കി വന്നിട്ട് ജോസഫേട്ടാ അവൻ്റെ താക്കോലെന്താ പോയിട്ടാ. മോളുടെ കല്യാണം ഈ മാസം ഉണ്ടാവൂട്ടോ. എനിക്കറിയാലോ, ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം ശരിയാക്കാണ്.